ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കി റെസിപ്പി നോക്കാം. സ്നോബാൾ കുക്കീസ്. ഇതിനു വേണ്ടി ഞാനിവിടെ അരക്കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഏകദേശം 115 ഗ്രാം, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് മൈദാമാവ് അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലോർ, 1/4 കപ്പ് നല്ല ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് നല്ല കോഴ്സായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ബദാം നമ്മൾ ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത്. ഒരു 2-3 മിനിറ്റ് മാത്രം ഒരു പാനിൽ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം കോഴ്സായിട്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി കുക്കി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി 1/2 കപ്പ് ബട്ടർ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബട്ടറും ഷുഗറും നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടുന്നവരെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും എസൻസും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദാമാവും നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള നട്ട്സും ചേർത്ത് കൊടുക്കാം. ബദാമിന് പകരം നമുക്ക് പെക്കാൻ നട്ട്സും വാൽനട്ട്സും ഒക്കെ എടുക്കാം. ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കാൻ പാടില്ല. ഇതുപോലെ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കി ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു ബേക്കിംഗ് ഷീറ്റിലേക്ക് അല്പം ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മാവ് 1 ടേബിൾ സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുക്കീസ് എല്ലാം നമുക്ക് യൂണിഫോമായിട്ട് വരും. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള കുക്കീസും ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഇത് വെച്ചതിന് ശേഷം 18 മുതൽ 20 മിനിറ്റ് ബേക്ക് ചെയ്യണം. കുക്കീസിൻ്റെ കളർ മാറാൻ പാടില്ല. ബോട്ടം പോർഷൻ മാത്രം ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവും. ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് പുറത്തെടുക്കുമ്പോൾ ഇതല്പം സോഫ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് തണുക്കുമ്പോഴാണ് സെറ്റ് ആവുന്നത്. ഇതിൻ്റെ ബോട്ടം പോർഷൻ മാത്രം ചെറുതായിട്ട് ബ്രൗൺ ആവും. കുക്കീസിൻ്റെ കളറ് ചേഞ്ച് ആവില്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, കുക്കീസ് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ നമ്മൾ പൗഡർ ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഒരുപാട് ചൂടിരിക്കുമ്പോൾ നമ്മളിതുപോലെ ചെയ്താൽ ഈ പഞ്ചസാര മെൽറ്റായി പോവും. അതുകൊണ്ട് ചൂട് ശ്രദ്ധിക്കണം. ചെറുതായിട്ട് മാത്രമേ ചൂട് പാടുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ളതും റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കുക്കീസും പഞ്ചസാരയിൽ നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതിനെ നന്നായിട്ട് തണുക്കാൻ വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം വീണ്ടും ഈ പൗഡർഡ് ഷുഗറിൽ കുക്കീസ് റോൾ ചെയ്തെടുക്കണം. നമ്മളിതുപോലെ 2 ടൈംസ് ഷുഗർ കോട്ട് ചെയ്തെടുക്കുമ്പോൾ കുക്കീസിന് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ സ്നോബാൾ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് കുക്കീസിൻ്റെ അകത്തുള്ള ടെക്സ്ചർ. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.